ആദിവാസികളുടെ പ്രശ്നത്തിൽ ഒരു പ്രത്യേക നിലപാടുണ്ട്. അവർ ആദിവാസികളെ ആദിവാസിയായിട്ട് കണക്കാക്കുന്നില്ല. ആദിവാസി എന്ന വാക്കിൻ്റെ അർത്ഥം അബ്ഒറിജിനൽസ്, അല്ലെങ്കിൽ ആദ്യം ഈ രാജ്യത്ത് ജീവിച്ചവർ എന്ന അർത്ഥം വരും. അത് അവർക്ക് സമ്മതിക്കില്ല. കാരണം അവർ ആദിവാസികളാണ് എന്നവർ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾ വിദേശത്ത് നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ആര്യന്മാർ വിദേശത്ത് നിന്ന് വന്നതാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് RSS അവരുടെ പുസ്തകങ്ങളിലോ ബുക്കുകളിലോ എങ്ങും ആദിവാസികളെ ആദിവാസികളെന്ന് വിളിക്കില്ല. അതിന് പകരം അവർ വിളിക്കുന്നത് വനവാസികൾ എന്നാണ്. ആദിവാസി എന്ന വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വനവാസികളാണ്. പിന്നെ ഇവിടുത്തെ ഈ വിഷയമെന്ന് പറയുന്നത് പ്രണാബ് മുഖർജി എന്തു പറഞ്ഞു എന്നുള്ളതാണ്. പ്രണാബ് മുഖർജി ജീവിച്ചിരുന്ന കാലത്താണല്ലോ അദ്ദേഹം ഇത് പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് മോഹൻ ഭഗവത് അന്നത് വെളിപ്പെടുത്തിയില്ല? ഇപ്പോൾ അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരാണ് വിശ്വസിക്കുന്നത്? പ്രണാബ് മുഖർജി ശരിയാണ്, RSSൻ്റെ ഒരു മഹത്തായ സമ്മേളനത്തിൽ നാഗ്പൂരിലെ എല്ലാ വർഷവും വിജയദശമി പ്രമാണിച്ചൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ ഒരു പ്രാവശ്യത്തെ പ്രധാന മുഖ്യ അതിഥിയായിരുന്നു ശ്രീ പ്രണാബ് മുഖർജി. അന്ന് പ്രണാബ് മുഖർജി ഒരു സാധാരണ മനുഷ്യനാണ്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, വെറും സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹം തിരിച്ച് രാഷ്ട്രപതി സ്ഥാനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു സിമ്പിൾ സിറ്റിസണായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ സിമ്പിൾ സിറ്റിസണായ ഒരു മനുഷ്യനെ RSSൻ്റെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പോയത് ശരിയാണോ എന്നുള്ളത് തർക്ക വിഷയമാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. ആ പ്രഭാഷണം വളരെ വ്യക്തതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് ഞാൻ കേട്ട ഒരാളാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യുന്നുണ്ട്, മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുന്നുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രസംഗത്തിൽ എങ്ങും മുസ്ലിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയോ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് പറയേണ്ട ഒരു കാര്യം, പ്രണാബ് മുഖർജി വളരെ എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് എഴുതിയില്ല? എന്തുകൊണ്ട് അത് ഈ ശ്രീ മോഹൻ ഭഗവത്തിനോട് മാത്രം പറയുന്നു? ഇതൊക്കെ മനുഷ്യരെ കളിപ്പിക്കാനുള്ള വേലയാണ്. ഉദാഹരണത്തിന് മധ്യപ്രദേശിലെ RSSൻ്റെ ഒരു പ്രമുഖ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുഷാഭാവു താക്കറെ എന്നായിരുന്നു. അദ്ദേഹം മന്ത്രിയൊന്നും ആയില്ല. പക്ഷേ എല്ലാ RSSകാരും എല്ലാ BJP നേതാക്കളും അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേൽക്കും, അദ്ദേഹത്തിൻ്റെ കാലെ തൊടുമായിരുന്നു. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ടായിരുന്നു. എൻ്റെ ഒരു നല്ല ഫ്രണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തമ്മിൽ വയസ്സിന് വളരെ വ്യത്യാസമുണ്ടെങ്കിൽ എൻ്റെ ഒരു നല്ല ഫ്രണ്ടെന്ന് പറയാം. ഇന്ന് ഞാൻ പറയുകയാണ് കുഷാഭാവു താക്കറെ എന്നോട് പറഞ്ഞിരുന്നു, ഇന്നത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ഏത് മനുഷ്യനാണ് അതിന് വിശ്വസിക്കുന്നത്? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് എൻ്റെ ചുമതല അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം മരിച്ച് 30 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതുപോലെ പ്രണാബ് മുഖർജിയെ എന്തുകൊണ്ട് ഇദ്ദേഹം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ പ്രണാബ് മുഖർജിക്ക് ഇത് കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇദ്ദേഹമായിട്ട് നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അപ്പോൾ ഈ സ്വകാര്യ സംഭാഷണം നടത്തി എന്നുള്ളൊരു യാതൊരു തെളിവുമില്ല. അതുപോലെ തന്നെ പ്രണാബ് മുഖർജിയുടെ രാഷ്ട്രീയ ജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളോ ഒക്കെ വായിച്ചാലും ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മതത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ ഒരു മതത്തിനെതിരെയും സംസാരിക്കാതിരുന്ന ഇന്ത്യയുടെ 1ാം നമ്പർ പൗരനായിട്ട് 5 വർഷം സേവനം അനുഷ്ഠിച്ച ഇന്ത്യയിലെ പലവിധ പോസ്റ്റുകൾ വഹിച്ച ശ്രീ പ്രണാബ് മുഖർജി വയസ്സുകാലത്ത് ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികളാണ് എന്ന് പറയുക. അതും ആരോട് പറയുന്നു? മോഹൻ ഭഗവത് എന്താണ് പറഞ്ഞത്? അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കുമോ എന്ന് ചോദിച്ചു. അല്ലല്ല, ക്രിസ്ത്യാനികളല്ല, അവർ രാജ്യദ്രോഹികളാക്കും എന്ന് പ്രണാബ് മുഖർജി പറഞ്ഞു എന്ന് ശ്രീ മോഹൻ ഭഗവത് പറഞ്ഞാൽ അത് ശുദ്ധമായ നുണയാണ്, പച്ചക്കള്ളമാണ്. അതിന് യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. കാരണം മോഹൻ ഭഗവത്തിന് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇത് തുറന്നു പറയണമായിരുന്നു. അപ്പോൾ ശ്രീ പ്രണാബ് മുഖർജി തന്നെ ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്തേനമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല.